ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണിത്, നന്നായിട്ടറിയുന്ന കാര്യം. ഏതൊരു സംരംഭമായാലും, ഏതൊരു വ്യക്തിയുടെ വളർച്ചയായാലും, ഏതൊരു സ്ഥാപനമായാലും, എന്തായാലും, ഏത് കാര്യമായാലും വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഈ വളരുന്ന സമയത്ത് കൂടെ ആരും ഉണ്ടാവില്ല. എത്ര തന്നെ വളരണമെന്നും എത്ര തന്നെ ഉയരണമെന്നും എന്തെല്ലാം അതിൽ പ്രതിസന്ധികൾ ഉണ്ടെന്ന് നോക്കി അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ തയ്യാറായാൽ പോലും വളരാനേ കഴിയില്ല. എത്രത്തോളം വളരണം എന്ന് മോഹിച്ചാലും അതിനുള്ള അവസരം കിട്ടുകയില്ല. നമ്മൾ വളരും തോറും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ വളരാൻ സമ്മതിക്കില്ല എന്നതാണ് സത്യം. എത്ര വളരണം, എങ്ങനെ വളരണം, എത്ര ദൂരം ഇനിയും കടക്കണം, എന്തെല്ലാം പ്രശ്നങ്ങൾ തീരണം എന്നുള്ള ചിന്തയിലായിരിക്കും ആരും അതിനുവേണ്ടി മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ അറിഞ്ഞായാലും അറിയാതെ ആയാലും ഒരു കാര്യവും ഒരു വ്യക്തി എന്നല്ല ഒന്നിനെയും വളരാൻ ആരും സമ്മതിക്കില്ല. എത്രത്തോളം അതിനെ നശിപ്പിക്കാമോ, എത്രത്തോളം നിരാശപ്പെടുത്താമോ, എത്രത്തോളം അതിൽ നിന്നും പിന്തിരിപ്പിക്കാമോ അതായിരിക്കും ഓരോരുത്തരുടെയും ലക്ഷ്യം. അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇതിന് ഇത്രയും കടമ്പകൾ കടക്കേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ തന്നെ ആ വ്യക്തിയിൽ ഉണ്ടാകുന്നത്. ഒരൊറ്റ ആൾക്ക് തന്നെ വൻ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ കൂട്ടായ്മയിലൂടെ വൻ വിജയം ഉണ്ടാക്കുക എന്നുള്ളത് നിസ്സാര കാര്യമേ അല്ല. ഒരാളെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴായിരിക്കും 9 പേര് അതിന് ഇടങ്കോലായിട്ട് നിൽക്കുന്നത്. ഓരോരോ തരത്തിലും മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും ഓരോരോ കാര്യങ്ങൾ തരണം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. എത്ര ശ്രമിച്ചാലും ഇതിനെ തരണം ചെയ്യാൻ കഴിയില്ല എന്ന് തീർച്ചപ്പെടുത്തി ഇത് ഉപേക്ഷിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം ആയിരിക്കും കൂടുതൽ. അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ ജീവിതകാലം മുഴുവനും പരാജയം തന്നെ ആയിരിക്കും. വിജയം വേണം, വളർച്ച വേണം, ഉയർച്ച വേണം. തനിക്ക് താൻ മാത്രമേ ഉള്ളൂ, താൻ ഉയർന്നാലേ മറ്റുള്ളവരെയും ഉയർത്താൻ കഴിയൂ എന്ന ഉത്തമ ബോധം ആരിൽ നിറയുന്നോ അവർക്ക് തനിയെ ഒരു ശക്തി കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഈ ശക്തി ദൈവശക്തിയാണ്. ഈശ്വരന് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വളർച്ചയും ഉയർച്ചയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. ഏത് വേണം ഏത് വേണ്ട എന്ന് തരംതിരിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും ഭഗവാൻ തന്നെയായിരിക്കും. ഓരോരുത്തർക്കും ഈശ്വരനെ നിറയ്ക്കുന്ന ഓരോരുത്തർക്കും ഈശ്വരൻ്റെ കാര്യം പറയാൻ നാവുകൾ 100 അല്ല 100,000 അല്ല, അതിനപ്പുറം ഉണ്ടായാലും തികയില്ല. അത് സത്യം അറിയുന്ന മനുഷ്യർക്ക് മാത്രം, ഈ സത്യം അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഈശ്വരൻ എന്ന വൻ ശക്തിയെ നേരിൽ തന്നെ കാണാൻ കഴിയും. അദൃശ്യനാണ് എന്നുള്ളത് സത്യം. പക്ഷേ കാണേണ്ട ആൾക്കാർക്ക് കാണാൻ കഴിയും, അതിനനുസരിച്ച് നീങ്ങാനും കഴിയും. ഏത് സമയവും തന്നോടൊപ്പം ഉള്ളത് ഈശ്വരനാണെന്നുള്ള ബോധത്തിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമ്മൾ തയ്യാറായി തന്നെ ഇരിക്കണം. ഒരിക്കലും നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയല്ലേ, ഒരിക്കലും നമ്മളുടെ പ്രവർത്തനങ്ങളെ വളർത്താതിരിക്കുകയും ചെയ്യല്ലേ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് പ്രശ്നവും നമുക്ക് ഭഗവാന്റെ സഹായത്താൽ തരണം ചെയ്യാൻ കഴിയും. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. തോറ്റു എന്നും തോൽപ്പിച്ചു എന്നും മാത്രം വിചാരിച്ച് ചിന്തിക്കുന്ന ആൾക്കാരെ നമ്മൾക്കൊന്നും ചെയ്യാനും കഴിയില്ല. എത്രയും വേഗം എല്ലാ ഭാഗ്യവും നേടിയെടുക്കാൻ കഴിയും. അതിന് ഈശ്വരൻ്റെ സഹായം വേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ദൈവം അല്ല ഇതൊന്നും ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ബോധത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പരാജയവും അതിനപ്പുറം പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഈശ്വരനെ കയ്യിൽ പിടിച്ച് ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് ഈശ്വരൻ എന്ന ശക്തിയെ ഉള്ളിൽ നിറച്ചു പോകുന്ന ഒരാൾക്കും പരാജയം സംഭവിക്കുകയില്ല. ഏത് തരത്തിലും
എന്തു തരത്തിൽ വരുന്ന അപകടങ്ങളും ഒന്ന് നീളും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു കാലതാമസം വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കാരണം നമ്മളെ ആര് പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും നമ്മൾ പിടിക്കേണ്ടത് ഈശ്വരനെയാണ്. ഈശ്വരൻ ആ പരാജയത്തിനെ വൻ വിജയമാക്കി തരും. അതെല്ലാവരുടെയും അനുഭവങ്ങൾ തന്നെയാണ്. ഈ അനുഭവത്തിൽ ഉറച്ചു നിൽക്കുക. എല്ലാ ഭാഗ്യവും നേടിക്കൊടുക്കാൻ ഭഗവാന് കഴിയും. നമ്മൾ നേടിയെടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് നമ്മൾ ഒരിക്കലും മാറ്റുകയോ മറയ്ക്കുകയോ ഒളിക്കുകയോ ചെയ്യരുത്. ഇഷ്ടം പോലെ അതിനെ ആസ്വദിച്ച് മുന്നോട്ട് പോയി ജീവിക്കുക. എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക. സർവ്വ സൗഭാഗ്യവും ഈശ്വരന് തരാൻ കഴിയും. നേടിയെടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ നേടിയെടുത്താലേ കിട്ടുള്ളൂ. പാത ഒരുക്കി തരുന്നത് ഈശ്വരനാണ്. ആ പാതയിലൂടെ നേരെ തന്നെ നടന്നു പോവുക. വഴിയിൽ വീഴാതെ തട്ടാതെ മുട്ടാതെ തന്നെ പോകണം. എല്ലാ ഭാഗ്യവും നമ്മൾ നേടിയെടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക. ഭഗവാന് തരാൻ കഴിയാത്തതായിട്ട് ഒന്നുമേ ഇല്ല. ആ ചിന്ത മാത്രം നമ്മുടെ ഉള്ളിൽ നിറച്ചാൽ മതി. എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കണം. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കുകയും വേണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു.